ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ നീണ്ടൂരിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ സ്മാർട്ടാകുന്നതിനൊപ്പം സേവനവും കർഷകരുടെ ജീവിതവും സ്മാർട്ടാകണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. നീണ്ടൂർ കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായിരിക്കുക. കേരളത്തിൽ 1076 കൃഷിഭവനുണ്ട്. 1076 കൃഷിഭവനുകളെയും ഘട്ടം ഘട്ടമായി മാത്രമേ സ്മാർട്ട് കൃഷിഭവനാക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് എല്ലാ കൃഷിഭവനുകളെയും കൂടി സ്മാർട്ടാക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ സ്മാർട്ടാക്കുകയും ഞങ്ങൾ ഏറ്റവും വലിയ പരിഗണന കൊടുത്ത ഒരു കൃഷിഭവൻ നീണ്ടൂർ കൃഷിഭവനാണ്. അത് ഞങ്ങളുടെ പരിഗണനയല്ല, ആദരണീയനായ മന്ത്രി നീണ്ടൂർ കൃഷിഭവനെ സ്മാർട്ട് കൃഷിഭവനാക്കണം എന്ന് നിർദ്ദേശിച്ചാണ്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വീണ്ടും ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കർഷകരുള്ള മേഖലയാണ്, നെൽകൃഷി നന്നായി നടക്കുന്ന ഒരു മേഖലയാണ്. ഇങ്ങനെ കൃഷിയുടെ കാര്യത്തിൽ പ്രത്യേകതയും പ്രാധാന്യവുമുള്ള ഈ പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഒരു പരിഗണന ഉണ്ടാവണം എന്ന് പറഞ്ഞു. കൃഷി ഭവൻ സ്മാർട്ടായി നല്ല കെട്ടിടമായി കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഫ്രണ്ട് ഓഫീസ് എല്ലാം അങ്ങനെ ഇറങ്ങി പറയുന്നത് ഫ്രണ്ട് ഓഫീസ് അതെല്ലാം റെഡിയായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. കൃഷിഭവൻ സ്മാർട്ടാവണമെങ്കിൽ സേവനം സ്മാർട്ടാവണം. ഇവിടുന്ന് സേവനം സ്മാർട്ടാവുമ്പോൾ മാത്രമേ നമുക്ക് കൃഷിഭവൻ മൊത്തത്തിൽ സ്മാർട്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഭാഗം ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ സേവനം സ്മാർട്ടാക്കുക എന്ന കാര്യത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ നല്ല ജാഗ്രത പാലിക്കുമ്പോൾ മാത്രമേ ഇതാവുള്ളൂ. നിങ്ങളത് പാലിക്കും എന്നുള്ള ഉറപ്പാണ് എനിക്കും ഉള്ളത്, ഇവിടെയുള്ള എല്ലാവർക്കും ഉള്ളത്. കൃഷി സ്മാർട്ടാവുന്നത് യന്ത്രം കൊണ്ട് മാത്രമൊന്നുമല്ല, വിഷരഹിതമായ ഭക്ഷണം കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് നമ്മുടെ നീണ്ടൂർ ഏറ്റുമാനൂർ മണ്ഡലം സഹകരണവും മൊത്തത്തിൽ തന്നെയും കാർഷിക മേഖലയോട് വലിയ താല്പര്യപൂർവമായ അനുഭാവപൂർണമായ മുൻകാലങ്ങളിലെങ്ങും ഇല്ലാത്തതുപോലെ ഉണ്ടാവാത്തതുപോലെ നമുക്ക് സഹകരണ പ്രസ്ഥാനത്തിന്റെ വലിയ പിന്തുണയും പിൻബലവും കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഡ്രോൺ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടും. കാർഷിക മേഖലയുടെ വികസനത്തിന് സഹകരണ വകുപ്പ് മികച്ച പിന്തുണയാണ് നൽകുന്നത്. കാർഷിക മേഖലയുടെ വളർച്ച അഖിലേന്ത്യാ തലത്തിൽ 2.1% മാത്രമായിരിക്കുമ്പോൾ കേരളത്തിൽ ഇത് 4.65%. നെല്ല് സംഭരിച്ച വകയിൽ 2024 വരെ 1109 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നീണ്ടൂർ കൃഷിഭവന് സമീപമുള്ള ബെന്നി തോമസ് തോട്ടത്തിലിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ തുറമുഖ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരുന്നു. ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന കൃഷിക്കാരെ അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള കാർഷിക മേഖലയിലെ അഭിവൃദ്ധി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന കൃഷിക്കാരെ തികഞ്ഞു പാർക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ നമുക്കൊരു സ്മാർട്ട് കൃഷിഭവൻ ഉണ്ടാകുക എന്നത് ഈ നാടിന്റെ ചിരകാല സ്വപ്നമായി. ആ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേക പ്രദേശങ്ങൾ കൃഷിയോഗ്യങ്ങൾക്ക് മാറ്റിയപ്പോൾ നമുക്ക് നെല്ലുൽപാദന രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായി. തരിശുഭൂമിയും പൊതുവിൽ നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും. എല്ലാവരും കൃഷിയിടങ്ങളിലേക്കുള്ള ആശയം ഏറ്റവും പൂർണ്ണമായി മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ നല്ല നീക്കങ്ങൾ ആ രംഗത്തുണ്ടാകാൻ കഴിഞ്ഞിരിക്കുന്നു. സഹകരണ മേഖലയും കാർഷിക മേഖലയും സംയുക്തമായി നിരവധി പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ടാകും. കൂടല്ലൂരിൽ സഹകരണ മേഖലയിൽ നിർമ്മിക്കുന്ന റൈസ് മിൽ അടുത്ത വർഷം ജനുവരിയോടെ തുറക്കുന്നതോടെ സ്വകാര്യ മില്ലുടമകൾ നെൽകർഷകരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാകുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ കൂൺ ഗ്രാമ പദ്ധതി പ്രഖ്യാപനവും മുഖ്യപ്രഭാഷണവും നടത്തി. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് കോട്ടൂർ, സവിത ജോമോൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MK ശശി, PD ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ഷാജി, ഷൈനു ഓമനക്കുട്ടൻ, സൗമ്യ വിനീഷ്, മരിയ ഗൊരേത്തി, സിനു ജോൺ, ലൂയി മെഡയിൽ, മായ ബൈജു, പുഷ്പമ്മ തോമസ്, CDS ചെയർപേഴ്സൺ NJ റോസമ്മ, ജില്ലാ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ GB റെജി, ഏറ്റുമാനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ T ജ്യോതി, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജി ബാബു, കൃഷി ഓഫീസർ ജോസ്ന മോൾ കുര്യൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ്, റോബിൻ ജോസഫ്, NS ഷാജി, VC മത്തായി, ജോസ് പാറേട്ട്, സനൽ നമ്പൂതിരി, CS സുരേഷ്, PD വിജയൻ നായർ, കൈപ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേന്ദ്ര ബാബു, നീണ്ടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ്
ജി രാജൻ, കാർഷിക വികസന സമിതി അംഗം KR സനൽ, പാടശേഖര സമിതി പ്രതിനിധി ജോബി കുര്യൻ, മുതിർന്ന കർഷക തൊഴിലാളി ചെല്ലപ്പൻ ചിറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. കർഷകർക്ക് ആവശ്യമായ വിത്ത് മുതൽ വിപണി വരെ ഒരു കുടക്കീഴിൽ എന്ന ആശയത്തിലാണ് സ്മാർട്ട് കൃഷിഭവൻ പ്രവർത്തിക്കുന്നത്. കൃഷിഭവൻ നവീകരണത്തോടൊപ്പം ട്രെയിനിങ് ഹാൾ, പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക്, ഫ്രണ്ട് ഓഫീസ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്.